പാലക്കാട് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ മദ്യനയം മാറ്റിയതെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യ കമ്പനി അനുവദിക്കുമെന്ന് ഒയാസിസ് കമ്പനി മാത്രമാണ് അറിഞ്ഞത്. നയം മാറും മുമ്പ് തന്നെ പാലക്കാട് കമ്പനി സ്ഥലം വാങ്ങി. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ പ്രതിയും ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിത കേരളത്തിൽ എത്തിയത് എന്തിനെന്ന് അന്വേഷിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല. കേരളത്തിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. പക്ഷെ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു. അതെങ്ങനെയാ? ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും. ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു. നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി, ഒരു വകുപ്പും അറിയാതെ. സുതാര്യമാണോ? എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത്? ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി ഏലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ. മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ? അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത്. വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട്. എന്താരോപണം? ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത്. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾ ആരെയും അറിയിച്ചിട്ടില്ല. ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത്. അതിനേക്കാൾ വലിയ തെളിവ് പറയാനുള്ളത്. അതിനെ നിഷേധിച്ചില്ല. ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല, അല്ലേ? അത് സമ്മതിക്കുകയാണ് ഉണ്ടായത്, യഥാർത്ഥ രേഖയാണെന്ന്.